ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കൂരുമലയിലാണ്. പിന്നെ ഇവിടെ ഒരു അടിപൊളി കാഴ്ചയുണ്ട്, അത് നിങ്ങൾ കാണിച്ചു തരാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് പോയി നോക്കാം. എറണാകുളം ജില്ലയിൽ പിറവം കൂത്താട്ടുകുളം റൂട്ടിൽ ഇലഞ്ഞിക്ക് സമീപമാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്ന അതിമനോഹരമായ വ്യൂ പോയിന്റ് കൂരുമല സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂരുമലയിലെ പുലർകാല ദൃശ്യങ്ങളാണ്. കോടമഞ്ഞ് ഈ മലനിരകളെ തൊട്ട് തലോടി പോകുമ്പോൾ ഇവിടെ വരുന്ന ഓരോ സഞ്ചാരിക്കും തോന്നും ഇതൊരു ചെറിയ ഊട്ടിയോ അല്ലെങ്കിൽ മൂന്നാറോ ആണെന്ന്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യോദയവും സൂര്യാസ്തമയവും ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഡിസംബർ മാസത്തിലാണ് നിങ്ങളിവിടെ വരുന്നതെങ്കിൽ കോടയാൽ ഇവിടെ നിറഞ്ഞു കിടക്കും. ഈ സമയത്ത് പോലും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കോടയുണ്ടെന്ന്. ഇത് കണ്ണിന് നൽകുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. ഈ സവിശേഷതകൾ കൊണ്ടെല്ലാം തന്നെ കൂരുമല സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതായി മാറും. പ്രഭാതത്തിലെ അതിമനോഹരമായ ദൃശ്യങ്ങളെല്ലാം കണ്ടിട്ട് ഇനി നമ്മൾ പോകുന്നത് സായാഹ്നത്തിന്റെ മനോഹാരിത കാണാനാണ്. അതോടൊപ്പം കൂരുമലയിലെ ചുറ്റുപാടുകളെ നിങ്ങളെ പരിചയപ്പെടുത്താനും കൂടിയാണ് കേട്ടോ. വണ്ടി താഴെ വെച്ചിട്ട് നമ്മൾ ഈ വഴിയിലാണ് കൂരുമലയിലേക്ക് കയറി പോകുന്നത്. ഇവിടെ കുറേ ആളുകൾ താമസിക്കുന്നുണ്ട്. നമുക്കിവിടെ കുറച്ച് വീടുകളെല്ലാം കാണാനായിട്ട് പറ്റും. വണ്ടികൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെയും പാർക്ക് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് കൂരുമലയിലേക്ക് പോകാനായിട്ട് സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന പാത. ഇതൊരു ടൈലിട്ട വഴിയാണ്. ഇതിന്റെ സൈഡിൽ കൈവരികളുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടപ്പുറം നമുക്ക് പാറ കാണാം. ഈ പാറയിലൂടെയും കൂരുമലയിലേക്ക് ആൾക്കാർ കയറി പോകുന്നുണ്ട്. ഈ ടൈലിട്ട വഴിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളെ കൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ വളരെ സേഫായിട്ട് നമുക്ക് പോകാം. ഈ കൈവരികൾ ഉള്ളത് കൊണ്ട് നമുക്കത് നല്ലൊരു സേഫ്റ്റിയാണ്. ഈ പാതയിലൂടെ പോകുമ്പോൾ നമുക്ക് 2 വ്യൂ പോയിന്റുകൾ കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഒന്നാമത്തെ വ്യൂ പോയിന്റ് ഇതാണ് കേട്ടോ. അവിടുന്ന് നമ്മൾ കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ വ്യൂ പോയിന്റിൽ എത്തും. ഇതാണത്തെ രണ്ടാമത്തെ വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് നോക്കിയാലും ഈ അടിവാരത്തെ അതിമനോഹരമായ ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ മല കയറി എത്തുമ്പോൾ ക്ഷീണം അകറ്റാനായിട്ട് ഇവിടെ ഒരു വിശ്രമ കേന്ദ്രം റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന്റെ തൊട്ടടുത്താണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ വാച്ച് ടവർ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ വാച്ച് ടവറിന്റെ മുകളിലേക്കല്ല പോകുന്നത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ആ പള്ളി. ഇനി നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും വാച്ച് ടവറിന്റെ മുകളിലുള്ള വ്യൂ കാണാനായിട്ട് പോവാട്ടോ. ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സൺസെറ്റ് കാണാനെന്നുള്ള ഉദ്ദേശത്തിലാണ് വൈകുന്നേരം ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷെ ഈ സമയമായപ്പോൾ തന്നെ ഇവിടെ ഫുള്ള് കോട കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ചുറ്റും നമുക്കൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ കോട നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ വാച്ച് ടവറിന്റെ മുകളിലേക്ക് പോവുകയാണ്. അപ്പൊ അതെ, നമ്മൾ മുകളിലെത്തി. വാച്ച് ടവറിന്റെ മുകളിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ജില്ലകൾ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്.
കാണുന്നുണ്ടല്ലോ, അതാണ് വിസാറ്റ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കുറേ കുരിശടികൾ കാണാം കേട്ടോ. കയറി വന്നപ്പോൾ നമ്മൾ കണ്ടായിരുന്നു. അസ്തമയം കാണാനായിട്ട് ആളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ അസ്തമയത്തിന്റെ സമയം 5:55. പക്ഷെ ഇവിടെ ഫുള്ള് കോട നിറഞ്ഞതുകൊണ്ട് എത്രത്തോളം നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് ഇതിന്റെ ഭംഗിയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം പറയാം, ഇതിന്റെ മുകളിൽ കയറിയിട്ട് താഴത്തേക്ക് ഇറങ്ങി വരാനേ തോന്നുന്നില്ല, അത്രയ്ക്ക് രസമാണ് കാണാനായിട്ട്. നിർഭാഗ്യവശാൽ ഇവിടെ മുഴുവൻ കോട കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ അസ്തമയ സൂര്യനെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. പക്ഷേ കോടമഞ്ഞ് നിറഞ്ഞിരിക്കുന്നതിനാൽ അതിൻ്റെ ഭംഗി നമുക്ക് ക്യാമറയിൽ പൂർണ്ണമായും പകർത്താനായി സാധിച്ചിട്ടില്ല. താല്പര്യമുള്ളവർക്കായി കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും എത്താം. അങ്ങനെ ഇവിടുത്തെ സൂര്യാസ്തമയം കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി പോന്നപ്പോൾ ഇവിടുത്തെ ഒരു ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടും പാടി തന്നെ. അതും ഞങ്ങൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടേ. ദൈവമരിക്കും കാണാ കണ്ണുമായി ഇന്നിവിടെ നമ്മളിരിപ്പു എഴുതിക്കടലിൽ ഇക്കരെ ഇക്കരെ കണ്ടപ്പോ സന്തോഷം തോന്നിയതുകൊണ്ടാട്ടോ. വാട്സാപ്പിൽ വിടണോപ്പാ, എതിലെങ്കിലും വിട്ടോ. പോലീസുകാരെ വിളിച്ചോളൂ.